ബഹുമാനപ്പെട്ട നമ്മുടെ ദാറുൽ ഇസ്ലാം മദ്രസയുടെ പ്രസിഡന്റ് ഷാജഹാൻ സാർ പറഞ്ഞ പോലെ നമ്മുടെ രാജ്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ രാജ്യമാകെ ആ സ്വാതന്ത്ര്യത്തിന്റെ മാധുര്യം ഉണങ്ങുന്ന സമയങ്ങളിൽ ഈ സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യയുടെ മഹത് വ്യക്തികളെ, ആ മഹത് വ്യക്തികളിൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട കരുത്തരായ നേതാക്കന്മാർ, നമ്മുടെ പൂർവികന്മാർ അവരുടെ രക്തം ചീന്തിയ സമരപാതയിലൂടെ നേടിയെടുത്ത ഈ സ്വാതന്ത്ര്യം ഇന്ത്യ രാജ്യത്തിന് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മജി ഉൾപ്പെടെയുള്ളവർ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനം 79ാം ദിനം നാം ആഘോഷിക്കുമ്പോൾ രാജ്യം വളരെയധികം സന്തോഷപൂർവ്വമാണോ ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. ഇന്ന് രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികൾ അവർ തിമിർത്താടുകയാണ്. രാജ്യം സ്വാതന്ത്ര്യം ആഘോഷിക്കേണ്ട ഈ വേളയിൽ രാജ്യവിഭജന ദിനം ആചരിക്കണം എന്ന് പറയുന്ന ഒരു പറ്റം അധികാരി വർഗങ്ങൾ ഈ രാജ്യത്തോട് കാണിക്കുന്ന ഏറ്റവും നീതി പുലർത്താതെ ഇവിടുത്തെ പാവപ്പെട്ടവന്റെയും ന്യൂനപക്ഷത്തിന്റെയും ഇവിടുത്തെ സാഹചര്യം നാനാത്വത്തിൽ ഏകത്വം ദൃശ്യമാകുന്ന ഈ സാഹചര്യം ഇന്ത്യ രാജ്യത്ത് നേടിത്തന്ന ഈ സ്വാതന്ത്ര്യം ഇന്ന് 79ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഒറ്റ വാക്ക് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. ഈ സ്വാതന്ത്ര്യ ദിനത്തിന്റെ സന്ദേശം ഇന്ത്യ നമ്മുടെ അഭിമാനമാണ്, ഇന്ത്യ നമ്മുടെ അഭിമാനമാണ് ഉറക്കെ പറയുന്ന ഒരു സന്ദേശമാണ് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് നൽകേണ്ടത്. ഒറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഇന്ത്യ, ജയ് ഭാരത്, ജയ് ഇന്ത്യ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്ത കാലത്ത് നമുക്ക് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട സദറിനെ ക്ഷണിക്കുന്നു.